യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മറ്റേ ട്രൈബൽ കേസില്ലേ അത് അന്വേഷിക്കാൻ പോയിക്കോ. രണ്ടും ഏകദേശം ഒരേ ഭാഗത്തുള്ള ലൊക്കേഷൻ. എന്നിട്ടോ നീ അത് അന്വേഷിച്ച് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി തിരിച്ചു പോരാ നമുക്ക് ഒരുമിച്ച്. എന്താ അതുപോലെ? ഓക്കെ, അത് മതി. പക്ഷേ എടാ, ലിക്കർ വാങ്ങണ കാര്യമാണോ? അതോർത്ത് നീ വിഷമിക്കണ്ട, നല്ല മിലിറ്ററി സാധനം എൻ്റെ കയ്യിലുണ്ട്. എന്നാ ഓക്കെ. താനൊരു കാര്യം പറഞ്ഞതല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. മിലിറ്ററി കയ്യിലുണ്ട്. എന്നിട്ടാ വഴി ഞാൻ പറഞ്ഞുതരാം, നീ വാ. ആവു, സാറിന് ബൈക്ക് കൊടുത്തിട്ടായിരുന്നോ? കുറച്ച് ദൂരല്ലേ ഉള്ളൂ എന്ന് ഞാൻ കരുതി. ഓ, പിന്നെ ഇതിപ്പോ തൻ്റെ നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പോവാന്ന് വിചാരിച്ച് പോന്നല്ലേ. ഇത്രയും ദൂരം ഉണ്ടെന്ന് അറിയില്ലല്ലോ. അതിനിപ്പോ എന്താ കുഴപ്പം? സാറിന് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയും. പക്ഷെ ഞങ്ങൾക്ക് അറിയാന്നുള്ളത് സാറിന് മാത്രം അറിയില്ല. ഛേ, എല്ലാം മനസ്സിലായി കളഞ്ഞല്ലേ. ആ ആ ആ ആ ഇനി എന്തായാലും വണ്ടി പഠിക്കണം. എന്നാ നടന്നു തന്നെ. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇതിപ്പോ രണ്ടുപേരെ ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പെട്ടെന്ന് വരാം. നിങ്ങളതൊക്കെ ഒന്ന് റെഡിയാക്കി. സാർ, ഞാൻ നിങ്ങളവിടെ കുറെ തെരഞ്ഞു, ഇതവിടെ മറന്നു വെച്ചതായിരുന്നു. തരാൻ വന്നതാ. താങ്ക് യു. ഓക്കെ ഓക്കെ. ഇതാണ് പോലീസായാലുള്ളൊരു മെച്ചം. ആ വാ പോവാ. ആദ്യത്തെ വിളിച്ചോട്ടോ. ഓക്കെ സാർ. ഹലോ, ആരുമില്ലേ? സുകുമാരനല്ലേ? കാട്ടുകുഴി സുകുമാരൻ. ആരാ? എന്താ കാര്യം? പേടിക്കണ്ട, ഞാൻ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്ന. എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി സാറേ. എന്താ അങ്ങനെ?
ആരായാലും ഒന്ന് പേടിച്ച് പോകും സാർ. പെട്ടെന്ന് അങ്ങനെ വീട്ടുമുറ്റത്ത് പോലീസിനെ കണ്ടാൽ ആരാ പേടിക്കാത്തത്? സാർ അവിടെ ഇരിക്കല്ലേ, അവിടെ പൊടിയാ സാർ, ഇങ്ങോട്ട് കയറിയിരിക്കുക. അവിടെ ഇരുന്നോളൂ സാറേ. വീട്ടില് ഭാര്യ മക്കളാരുമില്ല? സുഖമില്ലാത്ത അച്ഛനെ എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവള് പോയി സാർ. എന്നേക്കുമായി അവള് പോയി. ഞങ്ങൾക്ക് മക്കളുമില്ല. ഓ സോറി. പിന്നെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ID കാർഡ് ഇവയിൽ ഏതെങ്കിലും ഉണ്ടോ ഒരേ അഡ്രസ്സിലുള്ളത്? ഒന്നെടുത്തേ. എന്തേ? രേഖകളെല്ലാം ഓള് കവറിലിട്ട് പാത്തു വെച്ചതാണ്. ഞാനൊന്ന് തപ്പി നോക്കട്ടെ സാർ. ആ എന്നാ പെട്ടെന്ന് എടുക്ക്, എനിക്ക് പോണോ. വേഗം തപ്പിപ്പിടിച്ചോണ്ട് വാ, എനിക്ക് പോണോ, സമയമില്ല. ആ പോയില്ലേ? എന്നാ സാറിന് ചായ എടുക്കട്ടെ, ഇതുവരെ വന്നതല്ലേ. എനിക്ക് തൻ്റെ ചായയും ചോറൊന്നും വേണ്ട. താൻ പോയി സാധനം എടുക്ക്. അതെ, എന്നാ ഇത്തിരി പച്ചവെള്ളം എടുത്തോ. ആ അത് മതി. പച്ചവെള്ളല്ലേ, ഞാൻ എടുത്തരാം. സുകുമാരൻ കാട്ടുകുഴി തീണ്ടാപ്പാറ കൊണ്ടോട്ടി മലപ്പുറം. എന്താ സാർ? ഫോട്ടോ, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഒക്കെ എടുത്തോ. റേഷൻ കാർഡ് ഇല്ല സാർ. ഇല്ലേ? അത് അവള് എവിടെ വെച്ചത് അവൾക്ക് അറിയുള്ളൂ. ആ എന്നാ അതൊക്കെ എടുത്തോ. ഇത് സാർ. ബാക്കി ഫോട്ടോ. ഫോട്ടോ ഇവിടെ. ഫോട്ടോ സംഗതി കയറിയിട്ടുണ്ട്. ഇനി ഫയല് ഓഫീസിലെത്തിയ എല്ലാം ഓക്കെ. ചെറിയ മാമൂലൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സാർ. വരണം. തീർച്ചയായിട്ടും വരും സാർ. ഇതിലൊന്നും ഒരേ അഡ്രസ് അല്ലല്ലോ സാർ. ഇത് നോക്കി. അതാരാ ചുമച്ചത്? അച്ഛനാണോ? സർ,
അച്ഛ ഉറങ്ങാവൂ സാറേ. സാറേ എന്തു പറ്റി സാറേ? ഹോസ്പിറ്റലിൽ പോകണോ? ഞാൻ വണ്ടി വിളിക്കാം. അഷ്റഫാണത്. ചേരാം പ്ലീസ്. അഷ്റഫ് സാറല്ലേ? ഇത് മാധവ് സാർ നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞാണ്. സാറവിടെ എൻ്റെ സാറിന് പെട്ടെന്നൊരു നെഞ്ചു വേദന, വണ്ടി വിളിച്ച് മെഡിക്കലിലേക്ക് കൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഗ്യാസിൻ്റെ കാവ് അത് പറഞ്ഞാൽ കേൾക്കൂല. ശരി, ഓക്കെ. ഹലോ ഹലോ, ആ മാധവ സാറേ, ഇത് സേതുവാണ്. ഒറ്റപ്പെട്ടതോ ആൾ താമസമില്ലാത്തതോ ദുരൂഹമായി തോന്നുന്ന എന്ത് കണ്ടാലും ജാഗ്രത വേണം. കഴിയുന്നതും ഒറ്റക്ക് പോകരുത്. നമ്മുടെ പാർട്ടി സെക്രട്ടറി വിനയകുമാറിന്റെ കേസില്ലേ, ഒരുവളെ കൊന്ന് കെട്ടിത്തൂക്കി ഒരു ഭർത്താവിന്റെ തലയിൽ കെട്ടിവെച്ച കേസ്, അയാൾ ഇന്നലെ ജയിൽ ചാടി. നിങ്ങളുടെ ആ ഭാഗത്ത് എവിടെയോ ആണെന്നൊരു രഹസ്യവിവരം കിട്ടിയിട്ടുണ്ട്. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? ഹലോ. ആരാടാ നീ? ഞാൻ വാമതനാടാ. എന്താടാ നീ എന്നെ ചെയ്തത്? സാറിതിൽ വന്ന് പെട്ടതാണ്. മറ്റൊരു ദൃക്സാക്ഷി വേണ്ടെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. സോറി. ഈ വക ജന്മങ്ങളൊന്നും ഭൂമിക്ക് ഇനി ഒരു ഭാരമാകരുത്. തനിക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തയിടത്തേക്ക് എനിക്കൊന്ന് പറക്കണം.